നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. In a village, the number of children and adults are in the ratio 3:7. അപ്പോൾ ഒരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിലെ ചിൽഡ്രൻസും അഡൽട്ടും തമ്മിലുള്ള റേഷ്യോ 3:7 ആണ്. 3:7 ആണ്. If there are 120 children in the village, അപ്പോൾ ആ ഒരു വില്ലേജിലെ 120 ചിൽഡ്രൻസ് ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ചിൽഡ്രൻസിന്റെയും പിന്നെയാണ് അഡൽട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞത്. അപ്പൊ ഇത് ചിൽഡ്രന്റെ ഇത് അഡൽട്ടിന്റെ റേഷ്യോ ആണ്. അപ്പോൾ അഡൽട്ട് ആണ് അവിടെ എന്ത് കൂടുതൽ എന്നുള്ളത് മനസ്സിലായി അല്ലെ. റേഷ്യോ നോക്കുമ്പോൾ അഡൽട്ട് ആണ് ഇവിടെ എന്ത് കൂടുതൽ എന്നുള്ളത് വ്യക്തമാണ്. ചിൽഡ്രൻസ് 3 ആണ്, 3 പാർട്സേ ഉള്ളൂ. അഡൽട്ട് 7 പാർട്സും ഉണ്ട്. അതൊക്കെ ഓക്കെ. അപ്പൊ ആ റേഷ്യോ കാണുമ്പോൾ മനസ്സിലായതാണത്. ഇനി പിന്നെന്താണ് നമുക്ക് അറിയണത്, ചിൽഡ്രൻസ് ആണെങ്കിൽ 120 ആണുള്ളത് അല്ലെ. ചിൽഡ്രൻസ് അവിടെ 120 ഉണ്ട്. അപ്പൊ ചിൽഡ്രൻസിന്റെ പ്ലേസിൽ 120 നേടി. അപ്പൊ 3 അല്ല, 3 എന്ന് പറയുന്നത് സ്മോളസ്റ്റ് റേഷ്യോ നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുള്ളതാണ് 3. ശരിക്കും ചിൽഡ്രൻസ് എത്രയുണ്ട്, 120 ആണ്. പക്ഷെ ആരെയും അറിയില്ല, അഡൽട്ടിനെ അറിയില്ല. അഡൽട്ട് എത്രയുണ്ട് എന്നുള്ളത് ആർക്കറിയില്ല, ഈ ക്വസ്റ്റ്യനിൽ അറിയില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന പോലെ 3 എന്തായിട്ടുണ്ട്, ടൈംസ് ആയിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ ഇരട്ടിക്കാണ് ചെയ്തിട്ടുള്ളത്. എത്ര ടൈംസ് ആയിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ടൈംസ് കാണാൻ അറിയാം. ടൈംസ് ഈക്വൽ ടു ലാർജസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ സ്മോളസ്റ്റ് നമ്പർ. ആൻസർ എന്താ വരിക, 40. അപ്പൊ ഇവിടെ 40 ടൈംസ് ആണ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അത് തന്നെ എവിടെ ചെയ്താൽ മതി, അഡൽട്ടിന്റെ പ്ലേസിൽ ചെയ്താൽ മതി. അപ്പോ ഇൻറ്റു 40, 7 × 40 ചെയ്താൽ എന്ത് കിട്ടും, എത്ര അഡൽട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോ അഡൽട്ടിന്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. 7 × എന്ത് ചെയ്താൽ മതി, 40 ചെയ്താൽ മതി. ആൻസർ എന്താ, 7 × 4 എത്രയാണ് നമുക്കറിയാം അല്ലെ, 28. ഇനി ഒരു 0 അല്ലേ, ആ 0 ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കറിയാം ടോട്ടൽ ഇത് മാത്രമാണോ നമുക്ക് കാണാനുള്ളത്, അല്ല. ചിൽഡ്രൻസ് എത്രയുണ്ട് വില്ലേജില്, 120 ആണ്. അഡൽട്ട് എത്രയാണ് ഉള്ളത്, 280 ആണ്. അപ്പൊ ആ വില്ലേജിൽ എത്ര പേരുണ്ട്, ഇവര് മാത്രമേ ഉള്ളൂ എന്ന് അതിൽ മനസ്സിലാക്കി എടുക്കാനുള്ളൂ. വേറെ കണക്കുണ്ടോ, ഡാറ്റ ഉണ്ടോ, ഇല്ല. അപ്പൊ വില്ലേജിന്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ടോട്ടൽ പോപ്പുലേഷൻ തന്നെ എടുത്ത് എഴുതാട്ടോ. ടോട്ടൽ പോപ്പുലേഷൻ എടുത്ത് എഴുതിക്കോളൂ. ഈക്വൽ ടു എന്ത് വരും, 120 + 280, ദാറ്റ് മീൻസ് 400 അല്ലെ. 400 ആണ് അവിടുത്തെ പോപ്പുലേഷൻ. ക്വസ്റ്റ്യൻ ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും